ഓണക്കല്ലേ, അപ്പോൾ നമുക്കൊരു അടിപൊളി റെസിപ്പി ആയാലോ. സദ്യയിലേക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇന്ന് ചെയ്യുന്നത്. മെയിനായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ബീട്രൂട്ട് എടുത്തിട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ച് വെച്ചതാണിട്ടത്. 3 ബീട്രൂട്ട് കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ട് 3 വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചതാണ്. അതിൻ്റെ വെള്ളമൊന്നും കളയാതെ ആ വേവിച്ച വെള്ളത്തോട് കൂടിയാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും കട്ടകളോ തരികളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ റെഡിയാക്കാൻ പോണത് ബീട്രൂട്ട് പുളിഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു പുളിഞ്ചി തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാധാ നോർമൽ പുളിഞ്ചി പോലെ തന്നെ കേട്ടോ. അതിലേക്ക് നമ്മൾ ബീട്രൂട്ട് വേവിച്ച് അരച്ച് ചേർത്ത് കൊടുക്കുക എന്നുള്ളൂ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. സാധാ നോർമൽ പുളിഞ്ചി അത്ര തന്നെ ഉള്ളൂ, വേറെ കൂടുതലായിട്ട് നമ്മളൊന്നും ചേർത്ത് കൊടുക്കണമൊന്നുമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി, ഇതുപോലെ മുളക്, വെളുത്തുള്ളി. അപ്പോൾ ഞാനിവിടെ ഈ മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ നമ്മുടെ പച്ചമുളകായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വെള്ളക്കാന്താരി ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ മധുരത്തിൽ ഒരു എരിവും കൂടെ ഉണ്ടാകുമ്പോൾ പ്രത്യേക തരം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ മുളക് എടുത്തത്. ഇനി അതുപോലെ ഒരു അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മളൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു സ്പൂണ് കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കടുകൊന്ന് മൂത്ത് പൊട്ടി വരട്ടെ കേട്ടോ. ഇനി ആ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ കേക്ക് മാറ്റി വെച്ച കറിവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ ഇനി അതൊന്നും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും കടുകൊക്കെ മൂത്ത് പൊട്ടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ മുളകും കൂടെ നേരത്തെ ചതച്ച് വെച്ചതായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മളൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ നേരം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മുടെ പുളിവെള്ളം ഒന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലോണം തിള വന്നതിന് ശേഷമാണ് നമ്മൾ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പുളിവെള്ളമൊക്കെ നല്ലോണം തിളച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയം നമ്മൾ അരച്ച് മാറ്റി വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും കൂടെ അതിലേക്ക് ചേർത്തിട്ടിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ തന്നെ ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഇളക്കിയിട്ട് വറ്റിച്ച് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ പുളിയും അതുപോലെ ബീട്രൂട്ടും കൂടെ നല്ല രീതിയിൽ വറ്റി വരട്ടെ. ആ സമയം അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരയാണ് കേട്ടോ. ശർക്കര ഉരുക്കി അരിച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര ഒന്നും കൂടെ ഉരുക്കിയിട്ട് നമ്മൾ അരിച്ച് വെച്ചാൽ കല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. മറ്റേത് നമ്മൾ അതേപോലെ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ അതിൽ ചെറിയ ചെറിയ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ആ സമയം കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കാണിക്കാനാണ് കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാതും പാടെ കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കുക കേട്ടോ. ശർക്കരയിൽ ചെറിയ പൂയും അതുപോലെ മണൽ രൂപത്തിലുള്ള ചെറിയ പൂയി പോലത്തെ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അരിച്ച് ചേർക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചിയൊക്കെ ഇവിടെ റെഡിയായി കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയാൽ ഞാൻ എൻ്റെ വീഡിയോ വീണ്ടും കാണും കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഈ റെസിപ്പി റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.